പൂക്കിപ്പറമ്പ് ന്യൂസിൻ്റെ ലീഡേഴ്സ് മീറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തെന്നല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനുമായ സംസുദ്ദീൻ പൂക്കിപ്പറമ്പാണ്. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ. 2010 UDF സംവിധാനമായിരുന്നു തെന്നല പഞ്ചായത്തിൽ. പക്ഷേ അത് 2015 നടക്കാതെ പോയി. 2020 കോൺഗ്രസിൻ്റെ നിലപാട് തെന്നല പഞ്ചായത്തിൽ എന്തായിരിക്കും? ഇപ്പോൾ UDF ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ 2015 പോലെ UDF സംവിധാനം വരാതിരിക്കുകയാണെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം UDF ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും. UDF സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണല്ലോ. UDF സംവിധാനം വന്നാൽ ഒറ്റക്കെട്ടായി UDF ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എത്ര സീറ്റ് വരെ ലഭിക്കും? തീർച്ചയായിട്ടും അത് 17 വാർഡാണെന്ന് തെന്നല പഞ്ചായത്തിലുള്ളതാണ്. 2 ബ്ലോക്ക് സീറ്റ്, ഒരു ജില്ലാ പഞ്ചായത്ത്. 100% ഈ 17 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ ബൂത്തുകളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ബൂത്തുകളും പുറകോട്ട് പോയപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തെന്നല പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലാണ് ഈ ഇലക്ഷനെ, ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനെ തെന്നലയിൽ നേരിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100% വിജയം ഇന്ത്യൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നതിൽ യാതൊരു തർക്കവുമില്ല. താങ്കളുടെ പാർട്ടി തെന്നല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? സാധാരണഗതിയിൽ ഇവിടെ റോഡുകൾ, അതുപോലെ തന്നെ കുടിവെള്ളം, ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനവുമായിട്ടാണ് സാധാരണ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അത് വേണ്ട എന്നല്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിൽ വ്യവസായങ്ങൾ, പാവപ്പെട്ട ആളുകൾക്ക് കുടിൽ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സംരംഭം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രവാസികളായ ആളുകൾ ഇന്നത്തെ കാലത്ത് അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു തൊഴിലുണ്ടാക്കാനും മറ്റുമുള്ള ഒരു സംവിധാനങ്ങൾ ആരംഭിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം, ഒരു വീട്ടിലെ ഒരു പുരുഷൻ മാത്രം അധ്വാനിച്ചതുകൊണ്ട് മാത്രം ആ വീടിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവിടെ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും ഒരു തൊഴിലുണ്ടാകുന്നത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല കാര്യമാണ്. അവിടെ സ്ത്രീകൾക്ക് ഒരു തൊഴിൽ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഒരുക്കുക. അവിടെ അതോടൊപ്പം ഈ സ്ത്രീ ശാക്തീകരണം എന്ന പദ്ധതിയാണ് നമ്മൾ ഇതോട് ഉദ്ദേശിക്കുന്നത്. തെന്നല പഞ്ചായത്തിൽ UDF സംവിധാനം വരികയാണെങ്കിൽ താങ്കൾ ഉൾക്കൊള്ളുന്ന താങ്കളുടെ വാർഡായ 10ാം വാർഡിൽ താങ്കൾ മത്സരരംഗത്തുണ്ടാകുമോ? അത്തരത്തിലുള്ള ഒരു കാര്യം തീരുമാനിക്കേണ്ടത് UDF ആണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർലമെൻ്റ് രംഗം എന്ന് ഉദ്ദേശിക്കുന്നതിനല്ല ഇപ്പം. അപ്പോൾ ശരിക്കും ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, UDFിൻ്റെ ചെയർമാനാണ്. ആ നിലക്കൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ പാർലമെൻ്റ് രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ സീറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് അർഹമായ ആളുകൾ ആ വാർഡിനകത്തുണ്ട്. അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് അതിന് വേണ്ട ആളുകളെ മത്സരിപ്പിച്ച് നമുക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എന്തു വന്നാലും ഈ കോവിഡ് കാലത്ത് തന്നെയായിരിക്കും നമ്മുടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ജനങ്ങൾ എത്രത്തോളം വോട്ടിംഗ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. കാരണം ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. നമുക്കറിയാം, കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലത്തെ ഒരു ഇലക്ഷന് ഈ പ്രാവശ്യം നടക്കാൻ സാധ്യമല്ല. ഇവിടെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാതിരിക്കെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കണമല്ലോ. നടക്കുക എന്ന് പറയുമ്പോൾ കാരണം നമുക്കിതിൻ്റെ സമയം അതിക്രമിച്ചു പോയിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ നടക്കൽ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ആശ്രയമാണല്ലോ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ
കാരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും പൂക്കിപ്പറമ്പ് ന്യൂസിൻ്റെ 1000 വിജയാശംസകൾ നേരുകയാണ്.